എന്നിട്ട് നിനക്ക് എന്നെ വേണോ? എൻ്റെ പാറ്റ, ഞാൻ മിന്നാത് കള്ളു കുടിച്ച എൻ്റെ ഷഡ്ഡി വരെ കണ്ടു, ഷഡ്ഡി ഇച്ചിരി കണ്ടുള്ളൂ. എന്നിട്ട് നിനക്ക് എന്നെ വേണം. പക്ഷെ എൻ്റെ സാമാനം കണ്ടിട്ടില്ല കേട്ടോ, പേടിക്കണ്ട. ഷഡ്ഡിയുടെ ചെറിയൊരു നിഴല് കണ്ടു. എന്നിട്ട് വേണം ബുജി കടന്നു. എന്നെ കിട്ടിയിട്ട് എന്ത് കാണിക്കാനാ? അപ്പൊ ഇക്കാ വീഡിയോ കണ്ടില്ലേ, ഇതോ പൂർവ്വം പോച്ചിരിക്കുന്നു. ഷഡ്ഡി ഇങ്ങനെ കാല് പൊന്തിക്കുന്നത് കണ്ടത്. നമ്മൾ അതൊക്കെ കണ്ടതല്ലേ മുത്തേ. പീയൂഷ് എനിക്കൊരു ഡൗട്ടുണ്ട്, ചേച്ചി പറഞ്ഞു തരുമോ? തീർച്ചയായിട്ടും. ഹരിപ്രിയയുടെ കളിക്കാരൻ ആ മോനെ പറഞ്ഞു, ഞാൻ പറഞ്ഞു. പാറ്റ സത്യം പറയാൻ എന്നെ കെട്ടുമോ? ഞാൻ ഒരു വർഷം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ, ഒരു വർഷം എൻ്റെ കൊച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ. എന്ത് കാണിച്ചോളും, എനിക്ക് നിന്നെ അറിയാം. അത്ത ആ ഒരു ഇതാണ് മോനെ, സീരിയസ്ലേക്ക് അതാണ് എനിക്കിഷ്ടം. എന്നെ അറിയുന്ന വ്യക്തി മതി എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിത പങ്കാളി. ഞാൻ ഇഷ്ടപ്പെടുന്ന എന്നെ അറിയുന്ന ഒരു വ്യക്തി അറിയണം. ഇപ്പോഴും കണ്ടത് 18 വയസ്സ് പ്രായമേ ഉള്ളൂ, കണ്ടാൽ അങ്ങനെ തോന്നും. അതാണ് അല്ലേ ഗിരി? അല്ലേ ഗിരി? നമ്മളെ മനസ്സിലാക്കാൻ പറ്റിയ ആളാണ് നമുക്ക് ഏറ്റവും വലുത്. ബട്ടറോ ചേച്ചിയുടെ പേഴ്സണൽ നമ്പർ തരാം, വാട്സപ്പ് നോക്കേ. ഒന്ന് കായ് വിട്ട് ചേച്ചിക്ക്. എടാ ഗിരി, എൻ്റെ ഗിരി ചേച്ചി എൻ്റെ പേഴ്സണൽ നമ്പർ ഒന്നും എനിക്ക് വിട്ടേടാ, ബട്ടറിന് കൊടുക്കട്ടെ. ആരംഭുണ്ടെങ്കിൽ മാത്രം അതിൽ വിളിച്ച് ചലഞ്ച് ചെയ്താൽ മതി. ഗിരി ചേച്ചിയുടെ പേഴ്സണൽ നമ്പർ ഒന്നും എനിക്ക് വിട്ടേ ഫോണിൽ. അത് നമ്മുടെ പെണ്ണിന് വിട്ടു കൊടുക്കാനാണ്. കാരണം ഞാൻ എന്തെങ്കിലും ആലമ്പുണ്ടാക്കി കഴിഞ്ഞാൽ പെണ്ണിങ്ങനെ വാട്സപ്പിൽ വിളിച്ചോണ്ടേ ഇരിക്കണം, അപ്പോൾ ലൈവ് കട്ടാക്കിക്കോളും. ഇപ്പോൾ ഒന്നും വേണ്ട, വല്ല സീനൊക്കെ ആവുകയാണെങ്കിൽ ഇങ്ങനെ തുണി പൊക്കുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും ചേച്ചിയുടെ ലൈവ് ഇടുന്ന ഫോണിലേക്കൊന്ന് ശല്യം ചെയ്താൽ മതി. ഓക്കെ ഈ നമ്പർ മോൾട്ടി നമ്പർ ഒരു ഹായ് വിട്ടേ. ഓക്കെ. ബട്ടു ചേച്ചിക്കൊരു ഹായ് വിട്ടേപ്പാ. ബട്ടു ചേച്ചിക്കൊരു ഹായ് വിട്ടേ വാട്സപ്പിൽ. ഞാൻ ഈ നമ്പർ തരാം, ചേച്ചിയുടെ പേഴ്സണൽ നമ്പറാണ്, ആർക്കും കൊടുത്തിട്ടില്ല. ആശപ്പ ചേച്ചിയുടെ കയ്യിലും ഇപ്പം ഇതിൻ്റെ കയ്യിലുമാണ്. ഒരു ഹായ് വിട്ട് ചേച്ചിക്ക് ചേച്ചിയുടെ ഈ നമ്പർ തരാം, അതിലേക്ക് ചേച്ചിനെ വിളിച്ച് ശല്യം ചെയ്യുക. അപ്പം തന്നെ ഒരുപാട് കോളാകുമ്പോൾ ലൈവ് തന്നെ പൗസായി പോയിക്കോളും. ഓക്കെ, കിട്ടി മോൾസാ, കിട്ടി. ഹായ് കിട്ടി. ഈ ഏതാവലാണ് അപ്പോഴാ കിട്ടി മോളെ, കിട്ടി. ഞാൻ ഈ നമ്പർ തരാം കേട്ടോ. ഈ നമ്പർ ചേച്ചിയുടെ പേഴ്സണൽ നമ്പറാണ്. ഇതാ, ഇതിലേക്കൊരു വലിയ ഇതാവാണെന്നുണ്ടെങ്കിൽ ചേച്ചീനെ ഒന്ന് ശല്യം ചെയ്തുതരാം, വിട്ടുതരാം. കുറച്ച് കുടിച്ചാൽ മതി. ഇല്ല, കഴിഞ്ഞു, സാധനം കഴിഞ്ഞു. അലമ്പുണ്ടാക്കൂല എങ്കിലും പെണ്ണിനൊന്ന് കൊടുത്തേക്കാം. ഇതാ, ഈ നമ്പർ സേവ് ചെയ്ത് വെച്ചോ. അതിൽ ചേച്ചിയുടെ പേഴ്സണൽ ഫോണാണ്, ചേച്ചി ലൈവ് ഇടുന്ന ഫോണാണ്. ഇതിൽ വിളിക്കുക ആദ്യം, ഈ ഫോണിൽ വിളിച്ചാൽ മതി. കസ്റ്റമറുടെ ഫോണിൽ ആദ്യം വിളിച്ചിട്ട് ശല്യം ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം ഇതിൽ വിളിച്ച് കട്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രം ചേച്ചിയുടെ പേഴ്സണൽ ഫോണിലേക്ക് ചേച്ചിയുടെ വാട്സപ്പിൽ ഇങ്ങനെ കുണുകുണാന്ന് വിളിച്ചാൽ മതി, തന്നെ കട്ടാക്കുക. ആദ്യം ഇതിൽ വിളിച്ചു നോക്കണം കേട്ടോ, ചിലപ്പോൾ അതിന് കട്ടാൻ വഴിയില്ല കേട്ടോ. ആ നമ്പർ സേവ് ചെയ്ത്, ചേച്ചിയുടെ നാട്ടിൽ നിന്ന് വിളിക്കുന്ന നമ്പറാണ്, ആർക്കും കൊടുക്കാറില്ല. ഇപ്പം മോൾക്ക് തന്നു. ആ നമ്പറിൽ സേവ് ചെയ്ത് വെച്ചോ, ചേച്ചിയുടെ നമ്പറാണ്. അതാ മോക്ക് തന്നെ. വൈറ്റ് ഐഡിയ. കാരണം ബട്ടർ എപ്പോഴും ഇവിടെ കാണുവേ. ട്രോളമാർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ എൻ്റെ മോള് എന്നെ ആ സ്പോട്ടിൽ വിളിച്ചോളും. അപ്പം ലൈവ് തന്നെ പോസായിക്കോളും. നാലാമത്തെ ഒരു അശബ്ദിച്ച് ഇന്ന് പറഞ്ഞിരുന്നു ബട്ടറിന് പേഴ്സണൽ നമ്പർ കൊടുക്കണമെന്ന്, ബട്ടർഫ്ലൈക്ക്. കാരണം അവളെപ്പോഴും ഇവിടെ കാണുവേ. ഇന്നിപ്പോൾ വിളിച്ചപ്പോൾ കുറച്ച് മുന്നേ 8:30-9 മണിക്ക് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു. ദിൽസും പറഞ്ഞു ബട്ടൂരിൻ്റെ പേഴ്സണൽ നമ്പർ കൊണ്ടുവന്നു. കാരണം അവരെപ്പോഴും ഉണ്ടാവില്ല, അവളെപ്പോഴും കാണും ഇവിടെ. അതാ ഞാൻ നമ്പർ കൊടുത്തത്. ഇപ്പം ടിക്ടോക്കിലെ 4 പേരെ കയ്യിലെ പേഴ്സണൽ നമ്പർ.
ഒന്ന് ഉമ്മർക്കാം, ഒന്ന് ആശപ്പിച്ച്, ഒന്ന് ബട്ടറും, ഒന്ന് വേറൊരാൾ. പാറ്റ നല്ല കാര്യമല്ല പാറ്റ. ആദ്യം കസ്റ്റമറെ ഫോണിലേക്ക് വിളിക്കുക, എന്നിട്ട് കിട്ടി അതിൽ സംബന്ധിക്കുന്ന അതിൽ. ഇപ്പം എല്ലാം നല്ല ഫിറ്റൊക്കെ ആയിക്കില്ല, കാലൊക്കെ ശരീരഭാഗങ്ങൾ കാണിക്കത്തില്ലേ, ആ സ്പോട്ടിൽ മാത്രം വിളിച്ചേക്കുന്നത് കേട്ടോ. രണ്ട് ഹോൾഡേറ്ററിനും പറഞ്ഞു ഇന്നലെ. അല്ല ഹോൾഡേറ്ററൊന്നും എപ്പോഴും ഉണ്ടാവില്ലേ കേട്ടാ. പട്ടു ചേച്ചി പാവാട പൊക്കലും അത് ഇതൊക്കെ ഉണ്ടാവില്ല, വലിയ വലിയതും, ആ സമയത്ത് മാത്രം ശല്യം ചെയ്യാം. ഒരാൾ നമ്മളെ പേഴ്സ് നമ്മൾ എപ്പോഴും വേണം. ആശുപ ചേച്ചി അവിടെ നോട്ട് ദ പോയിന്റ്. ആ മോളെ ഗിരിയൊക്കെ പിടിന്ന് ഉറങ്ങും. ഉറങ്ങാത്ത പെണ്ണ് അവൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ലൈവില്. ഇന്നലെ എന്നോട് പറഞ്ഞു, ഗിരി നല്ല കാര്യമല്ലേ ഗിരി, എപ്പോഴും വിളിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ ലൈവ് കട്ടായി പോക്കും. പാവൻ്റെ മോള് എപ്പോഴും കാണും അവള്. എന്നോട് ഇത് ഗിരിയും പറഞ്ഞു. ഞാൻ ആശപ്പ ചേച്ചിക്ക് ഒന്ന് മെസ്സേജ് വിട്ടെ, ഇന്ന് കണ്ടതേ ഇല്ല. ചേച്ചി എവിടെ പോയി? ആശപ്പ ചേച്ചി ഇന്ന് എന്ത് പറ്റി? കണ്ടില്ല. എവിടെ? കൊച്ചിനെ പഠിപ്പിക്കുവാ? ഉണ്ട പൂസ. ഞാൻ ഇന്ന് ഇവിടുന്ന് ആരും പോവില്ലടാ. ചിലപ്പോ എന്റെ സാമാനം ഒന്ന് കണ്ടാലോ. കുപ്പി കഴിഞ്ഞു, നേരാ കഴിഞ്ഞു. 4ാമത്തെ വെക്ക് ഇന്നലെ ദിൽസ് കൊല്ലു. കഴിഞ്ഞോ? ലോക്കാക്കി. തീർന്നടാ. പാറ്റ, നിനക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ദിവസം ഷോക്കടിച്ചതാ എന്ത് സംഭവം? ഇത് വന്ന അശിപ്പിച്ചെന്നെ മറന്നാ കേട്ടാ. അശിപ്പിച്ചിക്ക് നമ്മളോട് ഇത്ര ഉള്ള സ്നേഹം അല്ലേ. നമ്മളെ മറന്നു.